സദേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലുള്ള നല്ല കട്ടിയുള്ള ഒരു തേങ്ങാ ചട്നിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഗട്ടി തേങ്ങാ ചട്നിയാണ്. ഇത് നമ്മളുടെ ഉഴുന്നുവടയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 3 ടീസ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ ഒരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അധികം എടുക്കേണ്ട, ചെറിയൊരു കഷ്ണം മതി. പിന്നെ താളിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, അതേപോലെ തന്നെ കറിവേപ്പില. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പൊട്ടുകടല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട, കളറൊന്നും മാറാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മളുടെ ചട്നി ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 3 ടീസ്പൂൺ പൊട്ടുകടല ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്, വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിതുപോലെ നല്ല കട്ടിയിൽ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കിനി താളിച്ച് ചേർക്കണം. അപ്പോൾ നമ്മുടെ ചട്നി താളിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.